എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, അവർ സമരകാരണവുമായി മുന്നോട്ട് പോവുകയാണ്. സമരം തുടങ്ങാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഈ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനോട് ഒന്ന് പറയാനുള്ളത്, ഇപ്പോൾ കേരളം ഭരിക്കുന്നത് UDF ഗവൺമെൻറ്റാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. ഇത് ഒരു വൺമാൻ ഷോ ഭരണമല്ല, ഈർക്കിലി പാർട്ടികളെ കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു പാർട്ടിയുമല്ല. കോൺഗ്രസ് എന്നത് വലിയൊരു പ്രസ്ഥാനമാണ്. അവിടെ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഓരോ തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതിലൂടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന് ഒത്തിരി നഷ്ടങ്ങൾ വരുന്നു, ബുദ്ധിമുട്ടാണ്. എങ്ങനെ അവരുടെ കാര്യങ്ങൾ ശരിയാണ്, അത് പഠിക്കണം, അതിന് പരിഹാര മാർഗം ഉണ്ടാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിക്കും. അങ്ങനെയുള്ള നഷ്ടം UDF ഗവൺമെൻറ് കാലത്ത് ഉണ്ടാകാൻ പാടില്ല, അത് ഉണ്ടാകുകയുമില്ല. നല്ല കഴിവും ദീർഘവീക്ഷണമുള്ള ഒരു ഗതാഗത മന്ത്രി UDFനുണ്ട്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട്, ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയാണ്. അതിലുമുപരി അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാനുള്ള അങ്ങേയറ്റം കഴിവുള്ള ആൾക്കാർ ഇന്ന് UDFലുണ്ട്. അവരുടെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ ഗതാഗത മന്ത്രിക്ക് അനായാസം എന്ത് തീരുമാനവും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് വൺമാൻ ഷോ ഉള്ള ഭരണമല്ല. തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കണം, സമരം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് കോലാഹലങ്ങളും പത്രക്കാർക്ക് കുറച്ച് വായനയും കുറച്ച് പ്രസ്താവനകളും വാർത്തകളും കൊടുത്ത് കളം നിറയ്ക്കാമെന്നല്ലാതെ ഈ നഷ്ടപ്പെടുന്നതാരാണ്? പ്രൊമോട്ടേഴ്സിനാണ്. നാം ചെയ്യേണ്ടത് പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യമായ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ ഗവൺമെൻറ്റിൽ സമർപ്പിച്ചാൽ 100% അതിനൊരു പരിഹാര മാർഗം അവർക്ക് ലഭിച്ചിരിക്കും. കാരണം ഇത് ഭരിക്കുന്നത് UDF ഗവൺമെൻറ്റാണ്. സോ ദയവ് ചെയ്ത് ഈ സമര കാഹളം മുഴക്കാതെ നമ്മുടെ പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം? പ്രൈവറ്റ് ബസ്സിൽ ഈ ഓപ്പറേഷനിൽ ഒട്ടനവധി ജോലിക്കാരുണ്ട്. അവർക്ക് വേതനം കിട്ടണം, അവർക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ല, അവർക്ക് ശമ്പളം മുടങ്ങാൻ പാടില്ല. ലക്ഷങ്ങൾ മുടക്കി ട്രാൻസ്പോർട്ട് ബസ്സുകൾ വാങ്ങി നിരത്തിലോടിച്ച് ലാഭം കൊയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ ഓപ്പറേറ്റേഴ്സിനും അത് നഷ്ടങ്ങളുണ്ടാകും. ഇത് വളരെ ദീർഘവീക്ഷണത്തോടെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഈ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അതിന് തീർച്ചയായിട്ടും ഒരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പല പ്ലാനിങ്ങും ചെയ്യുകയാണ്. നമുക്ക് അറിവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നല്ല കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശകലം സമയമെടുക്കും. ശകലം സമയം അതിനു വേണ്ടി കൊടുക്കണം. കാരണം ഗതാഗത മന്ത്രിക്ക് ഒരു പക്ഷേ എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയിൽ കൂടി മാത്രമേ അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി തെറ്റുകളുണ്ട് അതിനെ പരിഹരിച്ച് മറ്റുള്ള ഭാവിയിലൊരു ദോഷവും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഉള്ളൊരു സംവിധാനമാണ് UDF ഗവൺമെൻറ് സാധാരണയായി എടുക്കുക. നമുക്കറിയാം, കഷ്ടിച്ച് 2 മാസമാകാൻ പോവുകയാണ്. ഇതിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ പ്രഖ്യാപിച്ചോ അത് ഒരു പരിധി വരെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അതിന്
കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെല്ലാം തരണം ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഒന്ന് പ്രധാനമായി പറയാനുള്ള, ഈ ഗവൺമെൻറ്റിലുള്ള ഓരോ മന്ത്രിമാരും കഴിവുള്ളവരാണ്. അവർക്ക് എന്തെങ്കിലും അവരുടെ വകുപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതിനെ കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്തിച്ച് നല്ല സർവീസ് കൊടുക്കാനും നല്ല ജനങ്ങൾക്ക് ചെയ്യാനും ഉള്ള സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം, അതൊക്കെ ശരിയാക്കുന്ന രീതിയിൽ കഴിവും വളരെ സേവന എക്സ്പീരിയൻസുമുള്ള ഒട്ടനവധി ആൾക്കാരെയാണ് മന്ത്രിമാരുടെ അവരുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് ഈ ഗവൺമെൻറ്റിലുള്ള ഓരോ മന്ത്രിമാർക്കും അവർക്ക് കിട്ടിയിരിക്കുന്നത്, അവർ മെനഞ്ഞെടുത്തിരിക്കുന്ന സംവിധാനം കഴിവുള്ളവരെ കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഏത് തെറ്റിനെയും ശരിയെയും മുൻകൂട്ടി മനസ്സിലാക്കി അതിൻ്റെ തെറ്റുകളെ മാറ്റി നല്ലത് മാത്രം പൊതുജനങ്ങൾക്ക് ഉപയോഗം വരുന്ന രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലാണ് ഇന്ന് UDF ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതിലേറ്റവും കൂടുതലൊരു സപ്പോർട്ട് ശ്രീ VD സതീശനും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രീ VD സതീശനും നല്ല ദീർഘവർഷമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പലതും ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒന്ന് സമയം കൊടുക്കണം. നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് എല്ലാ ഭാഗത്തും ഓടിയെത്താൻ പറ്റില്ല. ചിലപ്പോൾ എത്താതെ വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്, അത് നാച്ചുറലാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ നമ്മൾ തെറ്റിനെ ശരിയും എന്താണെന്ന് ഒന്ന് വിലയിരുത്താതെ സമരകാരണം മുറുക്കുക, അതിൻ്റെയൊക്കെ ആവശ്യമില്ല. നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ആശയങ്ങളുമായി നമ്മുടെ ഗതാഗത മന്ത്രിയെ സന്ദർശിക്കുക. നിങ്ങളുടെ നിവേദനങ്ങൾ, നിങ്ങളുടെ ആകുലാതികൾ പറയുക. 100% അതിനു വേണ്ട പ്രതിവിധി അദ്ദേഹം കണ്ടെത്തും. കാരണം അദ്ദേഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് UDFനെയാണ്. ചെറിയൊരു താമസങ്ങൾ വരാം. കാരണം ഈ UDF എന്ന് പറഞ്ഞ ഒരു വലിയൊരു പാർട്ടി, കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ വലിയൊരു പാർട്ടിയാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അത് എല്ലായിടത്തും അത് നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് സ്നേഹമുള്ള നമ്മുടെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനോട് പറയാനുള്ളത്, എന്തുണ്ടെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റും വീണ് അതിൻ്റെ പരിഹാരമാർഗം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, നിങ്ങളുടെ നഷ്ടങ്ങൾ എങ്ങനെ ദൂരീകരിക്കാമെന്ന് നിങ്ങൾക്ക് ഐഡിയസ് ഉണ്ടെങ്കിൽ അത് മന്ത്രിയുടെ മുന്നിൽ വയ്ക്കുക. തീർച്ചയായിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ച് ക്യാബിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിവതും വൈകാതെ തന്നെ അതിനുള്ള തീരുമാനമുണ്ടാകും. കാരണം ഇത് ഗതാഗതമാണ്, മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പുരോഗമനത്തിന് ഏറ്റവും കൂടുതലുണ്ട് മൊബിലിറ്റിയാണ്. അത് KSRTCക്ക് അത് ഒരു പരിധി വരെ ചെയ്തു തീർക്കാൻ സാധിക്കും. അത് അവരെ കൊണ്ട് സാധിക്കാതെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏകോപനപരമായ ഒരു ലെവൽ കൂടി മുന്നോട്ട് പോയാൽ നമുക്കെന്തും നേടിയെടുക്കാൻ സാധിക്കും. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിനുണ്ടാകുന്ന നഷ്ടമുണ്ടാകാൻ പാടില്ല. അവർക്ക് ലാഭം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും അവർക്ക് ലാഭം UDF ഗവൺമെൻറ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും അഭിവാദനങ്ങൾ. സമരകാഹളമല്ല ഇവിടെ മുഴക്കേണ്ടത്. ഇവിടെ നമ്മൾ മുഴക്കേണ്ടത് സമാധാനത്തിൻ്റെ കാഹളമാണ്. നല്ല ലാഭം കൊയ്തെടുക്കേണ്ട ഒരു പദ്ധതിയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ലാഭമുണ്ടാകണം, നമ്മൾ വളരണം. നമുക്ക് വേണ്ട ഗതാഗത സൗകര്യങ്ങൾ പ്രൈവറ്റും KSRTC ഒക്കെ ഒന്നുചേർന്ന് പബ്ലിക്കിന് നമുക്ക് ഗതാഗത സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെ അവർക്ക് പലതും ചെയ്യാൻ സാധിക്കും. ഇതെല്ലാവരും ഒന്നോർത്താലും നമുക്ക് സമരം വേണ്ട. കാരണം ഇത് ഒറ്റയാൽ പട്ടാളമല്ല, ഇതൊരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അതുകൊണ്ട് സാധാരണയിൽ നിന്നും ഒരു ദിവസമോ 2 ദിവസം ചിലപ്പോൾ ചെറിയൊരു താമസം നേരിട്ടാലും നിങ്ങൾ വിചാരിക്കുന്നത് നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.